നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് PSCയുടെ പുതിയൊരു സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിലെ ചലനം എന്നൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ചലനത്തിനൊപ്പം എന്നൊരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇത്രയും പാഠഭാഗങ്ങളാണ് SCERT ടെക്സ്റ്റ് ബുക്കിലെ ഇത്രയും പാഠഭാഗങ്ങളാണ് ചലനം എന്നൊരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതെന്ന്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് 6 ചാപ്റ്റർ 4 ചലനത്തിനൊപ്പത്തിലെ പാർട്ട് 1 ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചലനത്തിനൊപ്പം എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഈ രണ്ട് ഭാഗം ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് 6 ചാപ്റ്റർ 4 എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചലനം എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതോടൊപ്പം ചലനത്തിലുള്ള ബലത്തിന്റെ റോൾ എന്താണ് ബലം ചെയ്യുന്നത്, ഒരു വസ്തു ചലിക്കാനായിട്ട് ബലം എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ ആ ബോഡിയിൽ വരുത്തുന്നു. ശേഷം നമ്മൾ വിവിധ തരത്തിലുള്ള ബലങ്ങളല്ല ചലനങ്ങളായിട്ടുള്ള വർത്തുള്ള ചലനം പഠിച്ചു, നേർരേഖാ ചലനം പഠിച്ചു, ഭ്രമണം പഠിച്ചു, പരിക്രമണം ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർത്തുള്ള ചലനത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ അഡീഷണൽ ആയിട്ടുള്ള 1-2 പോയിന്റ്സും ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഈ ഒരു ചലനത്തിനൊപ്പം എന്ന SCERT ഭാഗം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഈ ഒരു ക്ലാസ്സിന്റെ അവസാന ഭാഗത്തായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ചലനത്തിനൊപ്പം ക്ലാസ് 6 ചാപ്റ്റർ 4 പാർട്ട് 2. അപ്പൊ നമ്മുടെ വിവിധ തരത്തിലുള്ള ചലനങ്ങൾ അവിടെ അവസാനിക്കുന്നതല്ല. നമ്മൾ നേർരേഖാ ചലനം, വർത്തുള ചലനം, ഭ്രമണം എന്നതിൽ നിന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ടൈപ്പ് ഓഫ് ചലനം അല്ലെങ്കിൽ അടുത്തൊരു കൈൻഡ് ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ക്ലോക്ക് എടുത്താൽ ഇത് നമ്മുടെ ഒരു പെൻഡുലാന്നിരിക്കട്ടെ. അപ്പോൾ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പെൻഡുലം എന്ത് ചെയ്യുന്നു? ആദ്യം ഇങ്ങോട്ട് ടിക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊന്ന് പോകും, തിരിച്ച് അതിന്റെ ഇതിനെ നമ്മൾ മീൻ പൊസിഷൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഒരു തുലന സ്ഥാനം, മീൻ പൊസിഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുക. ഒരു തുലന സ്ഥാനം എന്ന് മലയാളത്തിൽ പറയുന്നു. അപ്പോൾ ഈ സൈഡിലോട്ട് പോയിട്ട് തിരിച്ച് നടുക്ക് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഒരു ക്ലോക്കിലെ പെൻഡുലം മൂവ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടിയിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. ഊഞ്ഞാലിലെ ചലനം എങ്ങനെയാണ്? നമ്മൾ നടുക്ക്, ഇപ്പോൾ ഇതാണ് ഊഞ്ഞാൽ കെട്ടിയിട്ടേക്കുന്ന ഭാഗമെങ്കിൽ നമ്മൾ നടുക്കായിട്ടായിരിക്കും ആ ഊഞ്ഞാലിന്റെ ഭാഗം ആദ്യം നമ്മൾ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കാല് കുത്താൻ വേണ്ടി പുറകോട്ട് പോകും, വീണ്ടും നമ്മൾ നടുക്ക് വരും, വീണ്ടും നമ്മൾ മുന്നോട്ട് പോകും. ആ ഒരു പുറകോട്ട് കുത്തുന്നതിന്റെ എഫക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. ഇങ്ങനെയാണല്ലോ സ്വിങ് അഥവാ ഊഞ്ഞാലിന്റെ ചലനം. ഇനി തൂക്കുവിളക്കിന്റെ ചലനം നോക്കിയേ, പെൻഡുലം ആടുന്ന പോലെ തന്നെയല്ലേ? അതായത് ഒരു മെയിൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 എൻഡിലേക്കും പോയി, അല്ലെങ്കിൽ ആദ്യം ഒരു എൻഡിലേക്ക് പോയി വന്നിട്ട് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? മറ്റേ എൻഡിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ഈ ചലനങ്ങളുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റു ചലനങ്ങൾ കണ്ടെത്താമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു ചലനത്തിന് ഉദാഹരണമായിട്ട് വരുന്നതെന്ന്. അപ്പോൾ ഈ ചലനങ്ങളുടെ പ്രത്യേകത മനസ്സിലായല്ലോ. ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിൽ എന്ത് ചെയ്യുക? ചലിക്കുന്നത്. ഇപ്പോൾ സ്വിങ് അഥവാ ഊഞ്ഞാലായാലും ക്ലോക്കിലെ പെൻഡുലമായാലും തൂക്കിയിട്ട തൂക്കുവിളക്കായാലും ഇവരെന്താ ചെയ്യുന്നത്? ഒരു മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ ഒരു തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു. ഓക്കെ, ഈ മോഷനെ അല്ലെങ്കിൽ ഈ ചലനത്തെ വിളിക്കുന്ന പേരാണ് ദോലനം അഥവാ ഓസിലേഷൻ അഥവാ ഓസിലേറ്ററി മോഷൻ എന്ന് നമുക്ക് വിളിക്കാം. എന്താ വിളിക്കുക? ദോലനം. നമുക്ക് ഇതിന്റെ മലയാളമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത്. ഓസിലേഷൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ ഇതിന്റെ മലയാളം നമുക്ക് അറിയണം എന്നില്ല. സോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ദോലനം അഥവാ ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനുള്ള ചലനമാണ് ദോലനം അഥവാ ഓസിലേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഈ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മുന്നോട്ട് പുറകോട്ട് അല്ലെങ്കിൽ സൈഡിലോട്ട്, അങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓസിലേഷൻ അഥവാ ആകും. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ മീൻ പൊസിഷൻ. ഓക്കെ,
അതാണ് ഈ ഒരു ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഓസിലേഷൻ ഉണ്ട്. ഒന്ന് ലീനിയർ ഓസിലേഷനും രണ്ട് സർക്കുലർ ഓസിലേഷൻ. അത് നേർരേഖയിലുള്ള ദോലനവുമുണ്ട്, വർത്തുള രീതിയിലുള്ള ദോലനവുമുണ്ട്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ നേർരേഖയുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഒക്കെ വൈബ്രേഷൻ, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കോഡിന്റെ വൈബ്രേഷൻ അത് പറയാറുണ്ട് ഓസിലേഷൻ ആയിട്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ഇപ്പോൾ ഒരു ഹോളോസ്ഫിയറിന്റെ അല്ലെങ്കിൽ ഒരു ഹോളോസ്ഫിയറിൽ വെച്ചേക്കുന്ന ഒരു സോളിഡ് സ്ഫിയറിന്റെ ബോളിനെ നമ്മൾ സർക്കുലർ ഓസിലേറ്ററി മോഷൻ, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സർക്കുലർ ആയിട്ടുള്ള ഓസിലേറ്ററി മോഷൻ ആയിരിക്കും പറയുക. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള മറ്റ് ചലനങ്ങൾ കണ്ടെത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവരല്ലേ. ജസ്റ്റ് നമുക്ക് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു നോക്കാം. ഒന്ന് ഈ 3 എക്സാമ്പിൾസും തന്നിട്ടുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഇത് കൂടാതെ നമ്മൾ ഈ ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയാറുണ്ട്. എന്താണ് സിമ്പിൾ പെൻഡുലം? ക്ലോക്കിലെ പെൻഡുലം പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാകും. പ്ലസ് ആക്സലറേഷൻ ടു ഗ്രാവിറ്റി, അതായത് ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാവുന്ന ത്വരണം കണ്ടുപിടിക്കാനായിട്ട് ഒരു ലാബിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു സിമ്പിൾ പെൻഡുലം. ഓർമ്മയില്ലേ? എന്തായിരുന്നു? ഒരു ത്രെഡ്, ഒരു കോർക്ക്, ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് ഒരു കോർക്കിലായിട്ട് നമ്മൾ ഒരു ത്രെഡ് കെട്ടി തൂക്കിയിട്ട് അതിൻ്റെ അറ്റത്തായിട്ടൊരു സ്മോൾ ബോബിനെ വെച്ചു. ഈ സ്മോൾ ബോബിനെ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ടൈം കണ്ടെത്തി. അതിൽ നിന്ന് T=2π√L/g എന്ന ഇക്വേഷൻ വെച്ച് നമ്മൾ ടൈം പീരീഡ് ഒക്കെ കൊടുത്ത് ജിയുടെ വാല്യൂ 9.8 അടുപ്പിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. നമുക്ക് എന്ത് പറയാം? ഫ്രീലി ഹാങ്ങിങ് ബോബ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലം. അങ്ങനെ രണ്ട് രീതി ചോദിച്ചാലും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അത് രണ്ടും ദോലനത്തിന് ഉദാഹരണമാണ്. സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ ഫ്രീലി ഹാങ്ങിങ് ബോബ്. മറന്നുപോകത്തില്ലല്ലോ. അതാണ് മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പറഞ്ഞ പോലെ ട്യൂണിംഗ് ഫോർക്ക് ദോലനത്തെക്കാൾ കൂടുതൽ മറ്റു ഒന്നിനാണ് ഉദാഹരണമായിട്ട് വരിക. അത് നമുക്ക് ഏതാണെന്ന് നോക്കാം. ദെൻ ഹേർട്ട് ബീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹേർട്ട് ബീറ്റ് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഹേർട്ട് ബീറ്റ് കാരണം നമുക്ക് ഹേർട്ട് പമ്പ് ചെയ്യില്ലേ നമ്മുടെ ബ്ലഡിനെ. അപ്പോൾ ആ ഒരു പമ്പിങ് എന്ന് പറഞ്ഞേക്കുന്ന ഓസിലേറ്ററി മോഷനിലാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ ഹേർട്ട് മസിൽസ് ടു ആൻഡ് ഫ്രോ ആയിട്ട് ഒരു മൂവ്മെന്റ് മേക്ക് ചെയ്തിട്ടാണ് ഒരു ഹേർട്ടിൽ നമുക്കൊരു ഓസിലേറ്ററി മോഷൻ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ എർത്ത് ക്വേക്സിന് ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, പ്ലേറ്റുകൾ മാറിയല്ലേ ഒരു ഭൂഖണ്ഡം ഉണ്ടാവുമെന്ന് പറയാം. അതേപോലെ നമ്മുടെ ഈ എർത്ത് ക്വേക്കിന്റെ സമയത്ത് ടെക്ടോണിക് പ്ലേറ്റ്സ് ആണ് ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ചില സ്പ്രിംഗ് ടോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു എക്സാമ്പിൾ ആണ് സ്പ്രിംഗ് ടോയ്സ്. അത് നല്ലൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. സ്പ്രിംഗ് ടോയ്സ് ഓസിലേറ്ററി മോഷൻ അണ്ടർഗോ ചെയ്യുന്നതാണ്. സ്പ്രിംഗ് ടോയ്സോ അല്ലെങ്കിൽ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന എന്ത് ചോദിച്ചാലും നമുക്കത് കോൺട്രാക്ട് റിലാക്സോ, അതായത് സ്പ്രിങ് നമ്മൾ കോൺട്രാക്ട് പൊസിഷനിൽ റിലാക്സ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷന് ഉദാഹരണമാണ് ആ ഒരു സ്പ്രിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. കുറച്ചധികം എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഓസിലേഷനുള്ള കുറച്ചധികം എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നോക്കിക്കേ, വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം ദോലനമാണോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഹസീബിന്റെ സംശയത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗപ്പെടുത്തി ചർച്ച ചെയ്യുക. ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയാണോ ചലിക്കുന്നത്? നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. വൈപ്പർ നടുക്കും തുടങ്ങി രണ്ട് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചലനം അല്ലെങ്കിൽ ഈ ഒരു വൈപ്പറിന്റെ എന്താണ്, ദോലനമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ ഓഫ് എന്താണ് ഓസിലേഷന്റെ മറ്റൊരു എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. വൈപ്പറിന്റെ, ഈ വാഹനങ്ങളിലേക്ക് വൈപ്പറിന്റെ ചലനം. കാരണം ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും വൈപ്പർ ചലിച്ചുകൊണ്ടാണ് വൈപ്പ് ചെയ്ത് അതിന്റെ ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ ഇതാണ് ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് നമ്മൾ ദോലനം അഥവാ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം പറയാം, ഊഞ്ഞാലിന്റെ ചലനം പറയാം, തൂക്കിയിട്ട് തൂക്കുവിളക്കിന്റെ ചലനം പറയാം, സിമ്പിൾ പെൻഡുലം അഥവാ ചലനം പറയാം, ഹേർട്ട് ബീറ്റ്, സ്പ്രിംഗ് മോഷൻ, വൈപ്പർ ഇൻ വെഹിക്കിൾസ്, ശേഷം നമ്മൾ പറഞ്ഞത് എർത്ത് ക്വേക്സിൽ അല്ലെങ്കിൽ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്. ഓക്കെ, ടെക്ടോണിക് പ്ലേറ്റ്സ് കേട്ടോ. ഇതൊക്കെ എക്സാമിന് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു MCQ മാത്രമായിട്ട് പറഞ്ഞു പോകാത്തതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. ഇപ്പോഴത്തെ എക്സാമിന്റെ ഒക്കെ പാറ്റേൺസ് വളരെ വ്യത്യസ്തമാണ്. നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ 1 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ അതിന്റെ 1 മാർക്ക് പഠിച്ചിട്ട് പോയാൽ നമുക്കത് കിട്ടണം എന്നില്ല. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്താൽ നമുക്ക് അതിനകത്ത് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ദോലനത്തിന്റെ മറ്റൊരു ടൈപ്പ് നോക്കാം. നോക്കിക്കേ, ദോലനം ഇങ്ങനെയും. താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക.
ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുക. ട്യൂണിംഗ് ഫോർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു യു ഷേപ്ഡ് റെസണൻസിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി പഠിക്കാൻ വേണ്ടി നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ലൊരു എക്യുപ്മെന്റ് ആണ് ട്യൂണിംഗ് ഫോർക്ക്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റബ്ബർ ഹാമർ കൊണ്ട് അതിന്റെ ഒരു എൻഡിൽ അടിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ട്യൂണിംഗ് ഫോർക്കിന്റെ എടുത്തൊരു ബെഞ്ചിൽ അടിച്ചിട്ട് നമ്മൾക്ക് ചെവിയിലോട്ട് കേൾപ്പിച്ചാലും മതി. അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റും, ഒരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും അല്ലെ, ചെറിയൊരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇനി വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുക. അപ്പോഴെന്താ ഫീൽ ചെയ്യുക, എന്തോ ഒരു മോഷൻ അവിടെ നടക്കുന്നുണ്ട്, ഒരു ചലനം നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. മെറ്റൽ സ്കെയിലിന്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മേശ പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടുക. ഉറപ്പായിട്ട് നിങ്ങൾ പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരിക്കും അല്ലെ. എക്സ്പെരിമെന്റ് നമുക്ക് പറയേണ്ട ഒരു ആക്ടിവിറ്റി ആയിരിക്കും ഇത്. നമ്മൾ പുറത്തേക്ക് സ്കെയിലിനെ വെച്ചിട്ട് ആ ഒരു ഭാഗം ഇരുന്നു. അവിടെ എന്ത് ചെയ്യാണ്, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യാണ് ഈ വസ്തുക്കളെല്ലാവരും അല്ലെ, ചലിക്കുന്നില്ല. പക്ഷെ എന്താണ്, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ചലനം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പോയി വേറൊരിടത്തേക്ക് വരുന്നില്ല. പക്ഷെ എന്താണ്, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മുകളിലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആവുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ ഇതെല്ലാം ദോലന ചലനങ്ങൾ തന്നെയാണ്. കാരണം ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അബൌട്ട് എ മീൻ പൊസിഷൻ നമുക്ക് പറയാം. ഇരുവശങ്ങളിലേക്കും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടൊരു മൂവ്മെന്റ് പറയുന്നില്ലെങ്കിലും അവിടെ ഇരുന്നുകൊണ്ടുള്ളൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവയെ ദോലന ചലനങ്ങൾ തന്നെ വിളിക്കാം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ ഓസിലേറ്ററി മോഷന് എന്ത് കൂടുതലാണ്, ഈ 3 എക്സ്പീരിമെന്റ്സിൽ നമ്മൾ കണ്ടപ്പോൾ ആ ചലനം വളരെ വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതായത് ക്വിക്ക് സ്പീഡിലാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 3 കേസിലെയും ചലനം നടക്കുന്നത്. ഇപ്പൊ നമ്മൾ റബ്ബർ ബാൻഡ് കൊണ്ട് വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടിയാലും അതോടൊപ്പം മീറ്റർ സ്കെയിലിന്റെ അഗ്രഭാഗം പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ തള്ളി നോക്കിയാലും എല്ലാം എന്താണ് ചെയ്യുന്നത്, വളരെ പെട്ടെന്ന് ചലനം നടക്കുന്നു. ഹൈ സ്പീഡിൽ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൈ ഫ്രീക്വൻസിയിലുള്ള ദോലന ചലനമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ്, വളരെ കൂടിയ ആവൃത്തിയുള്ള ദോലന ചലനങ്ങളാണ് നമ്മളിവിടെ കണ്ടത് ആണല്ലോ. അപ്പൊ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ്, ദോലന ചലനം തന്നെയാണ് കംപ്രഷൻ. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ദ്രുതഗതിയിലുള്ള ദോലനങ്ങളായിരിക്കും കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ, ഓസിലേഷൻ അഥവാ ദോലനം വളരെ വലിയ ആവൃത്തിയിലാണ് നടക്കുന്നതെങ്കിൽ ആ ചലനത്തെ നമുക്ക് എന്ത് പറയാം, കാരണം ആവൃത്തി കൂടുമ്പോഴത്തേക്ക് ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ വസ്തു ഒരു ഫാസ്റ്റർ റേറ്റിൽ ദ്രുതഗതിയിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്, ഒരു സ്ഥിരമായിട്ടുള്ളൊരു പോയിന്റ് ബിന്ദുവിനെ ആധാരമാക്കി. അപ്പോൾ നമുക്ക് ആ മോഷനെ അല്ലെങ്കിൽ ചലനത്തെ എന്ത് വിളിക്കാം, കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയാം. കമ്പനത്തിന്റെ 3 എക്സാമ്പിൾസ് കണ്ടല്ലോ. ട്യൂണിംഗ് ഫോർക്കിന്റെ ആ ഒരു ഭുജത്തിൽ റബ്ബർ ബാൻഡ് കൊണ്ട് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ദോലന ചലനം കമ്പനമാണ് അല്ലെങ്കിൽ വൈബ്രേഷൻ ആണ്. ഇനി കമ്പനം എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ ആൻസർ കീ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ടിക്ക് ചെയ്യുക, ദോലനം ടിക്ക് ചെയ്യുക. കമ്പനം ഉണ്ടെങ്കിൽ കമ്പനം മാത്രമേ കൊടുക്കാമൂ. അടുത്ത, വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുന്നതും മീറ്റർ സ്കെയിൽ അഗ്രഭാഗത്തേക്ക് നമ്മൾ തള്ളുന്നതും എല്ലാം എന്തിനു ഉദാഹരണമാണ്, കമ്പനത്തിന് ഉദാഹരണമാണ്. മറ്റുദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെ, അവിടെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യാൻ നമ്മൾ പറയാറില്ലേ, മൊബൈൽ ഫോണിന്റെ വൈബ്രേഷൻ മോഷൻ പറയാം. ഗിത്താർ സ്ട്രിങ്സിന്റെ ഒക്കെ എന്താണ് നമ്മൾ കമ്പന പറയുന്നത്. ഗിത്താർ ആയാലും അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ സ്ട്രിങ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്, വൈബ്രേഷൻ മോഷൻ ആണ്. പിന്നീട് നമ്മുടെ വോക്കൽ കോഡ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വോക്കൽ കോഡും അതുമായിട്ട് അനുബന്ധപ്പെട്ട ഡയഫ്രം എല്ലാം എന്ത് ചെയ്യുക പറയുക, വൈബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനം ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം നമ്മുടെ സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഇയർ ഡ്രം എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ്, വൈബ്രേഷനത്തിനുള്ള ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒറ്റ കാര്യം ആലോചിക്കുക, കമ്പനങ്ങൾ ദോലന ചലനം തന്നെയാണ്. ആ ദോലന ചലനങ്ങൾക്ക് ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങളെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുക. ആ ഉണ്ടാകുന്ന ഓസിലേറ്ററി മോഷന് എന്ത് കൂടുതലായിരിക്കും, ആവൃത്തി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആ വസ്തു വളരെ ഹയർ ഫാസ്റ്റർ റേറ്റിൽ ഇങ്ങനെ ഒരു ഫിക്സഡ് പോയിന്റ് എബൌട്ടായിട്ട് മൂവ് ചെയ്യുന്നത്. കുറച്ചധികം എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്ലൈഡിൽ എഴുതിയിട്ടില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പൊ ഈ ടേബിളിൽ തന്നേക്കുന്ന പോലെ ആയിരിക്കും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു സന്ദർഭം തന്നിട്ട് അത് ഏത് ചലനത്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഏത് ചലനമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഇപ്പൊ നോക്കിക്കേ ടേബിള്, ചെണ്ടയുടെ ഡയഫ്രം നമ്മളോട് പറഞ്ഞ പോലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയഫ്രം, വോക്കൽ കോഡ് മുതലായവയെല്ലാം എന്താ ചെയ്യുക, കമ്പനമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈബ്രേഷൻ. ആ വൈബ്രേഷൻ മൂലമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, അപ്പൊ ചെണ്ടയുടെ ഡയഫ്രം എന്നത് എന്തിന് ഉദാഹരണമാണ്, നേരത്തെ പറഞ്ഞ പോലെ ദോലനമാണ് തന്നിരിക്കുന്നതെങ്കിൽ ദോലനം
ചലനം എന്ന് എഴുതുക, അല്ല കമ്പനമാണുള്ളതെങ്കിൽ കമ്പനം എന്ന് എഴുതുക. ഓക്കെ, ഇനി കറങ്ങുന്ന കസേര. ഒരു ഫിക്സഡ് പോയിന്റിനെ ആധാരമാക്കിയാണ് ആ കസേര കറങ്ങുന്നത് അല്ലെ. അപ്പോൾ ഒരാൾക്ക് എഴുന്നേക്കാതെ തന്നെ എല്ലാ വശങ്ങളിലേക്കും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറങ്ങാനായിട്ട് സാധിക്കും. ഒരു ഫിക്സഡ് പോയിന്റിന് എബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷനെ വിളിക്കുന്ന, അല്ല റൊട്ടേഷൻ അല്ല, ചലനത്തെ വിളിക്കുന്ന പേരെന്താണ്? ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്നാണ്. അടുത്താണ് കറങ്ങുന്ന പമ്പരം, ടോപ്പ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഒരു ഫിക്സഡ് പോയിന്റ് എബൌട്ട് ആയിട്ട് ആയതുകൊണ്ട് തന്നെ ഭ്രമണമാണെന്ന് പറയാം. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം എന്താ ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുകയാണ്, ഭ്രമണമാണ്. പൊടിമില്ലിലെ ചക്രങ്ങളും ഭ്രമണം തന്നെയാണ്. ചക്രങ്ങളൊക്കെ റൊട്ടേഷൻ ഓഫ് വീൽസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ലിഫ്റ്റ് എന്തായിരുന്നു? നേർരേഖാ ചലനമാണ്. താഴ്ന്ന മുകളിലേക്ക്, മുകളിൽ താഴേക്കൊക്കെ നേർരേഖയിൽ പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഊഞ്ഞാല്, വിനോദത്തിന് വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഊഞ്ഞാൽ എന്തായിരുന്നു? ദോലനമാണ്, കമ്പനമല്ല. അത് ഓർത്തോണം കേട്ടോ. ഡയഫ്രം ഒക്കെ പറയുമ്പോൾ നമുക്ക് കമ്പനം എന്ന് എഴുതിയാലും ദോലനം എന്ന് എഴുതിയാലും ശരിയാണെന്ന് പറയാം. കാരണം കമ്പനങ്ങളെല്ലാം ദോലന ചലനങ്ങളാണെന്ന് പറയാറുണ്ട്. പക്ഷെ ദോലനമെല്ലാം എന്തല്ല? കമ്പനങ്ങളല്ല. അതുകൊണ്ട് ഊഞ്ഞാല് ദോലനം മാത്രമേ കാണിക്കുന്നുള്ളൂ. വീണയിലെ കമ്പി, എന്താ വീണയിലെ കമ്പി പറയുന്നത്? വീണയിലെ കമ്പി ഓൾറെഡി പറഞ്ഞ പോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വീണ, വയലിൻ, ഗിത്താർ പോലുള്ള കമ്പികളെല്ലാം, സ്ട്രിങ്ങുകളെല്ലാം എന്താ ചെയ്യുക? സ്പ്രിങ്ങുകൾ ഓസിലേഷൻ ആണ് പറയുന്നത്. സ്ട്രിങ്ങുകൾ എന്താ ചെയ്യുക? ദോലനം തന്നെയാണ്. പക്ഷെ അവിടെ കൂടുതലും കമ്പനമാണ് ആപ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം എന്താണ്? ഓൾറെഡി പറഞ്ഞ പോലെ വർത്തുള ചലനമാണ്. ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം കാണിക്കുന്ന ചലനം എന്ത് തന്നെയാണ്? വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ ആണ്. അതേസമയം ക്ലോക്കിലെ പെൻഡുലം ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലം ആണ്, അല്ലെങ്കിൽ ബോബിന്റെ മൂവ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് എഴുതണം? അവിടെ ദോലനം അഥവാ ഓസിലേഷൻ എഴുതിക്കോണം. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താ പറഞ്ഞത്? നമ്മളൊരു ബലം കൊടുക്കുന്നു, ആ ബലത്തിന്റെ ഇഫക്റ്റിൽ ആ വസ്തു എന്ത് ചെയ്തു? ഡയറക്റ്റ് ആയിട്ട് ചലനത്തിൽ ഏർപ്പെടുന്നു. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ ഒരു സൈഡിൽ ബലം കൊടുത്തു, ആ ബലം ആ വസ്തുവിന് തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിച്ചിട്ട് ചലനം സാധ്യമാക്കുന്ന ഉപകരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവ നമുക്കിപ്പോൾ സാധ്യമാണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചലനം നമുക്ക് സാധ്യമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഒരിടത്ത് നൽകുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് ചലിപ്പിക്കുന്ന എന്തെല്ലാം ഉപകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ, അതായത് നമ്മളിപ്പോൾ ഒരു വസ്തു എടുത്താൽ ആ വസ്തുവിന്റെ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് കൊടുത്തു? ബലം കൊടുത്തു. ആ ബലത്തിന്റെ എഫക്റ്റില് മറ്റൊരു ഭാഗത്തേക്ക് ആ ബലം എത്തുകയും ആ ഒരു വസ്തു കറങ്ങുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു വസ്തു ചലിക്കുകയും ചെയ്യുന്നു. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സൈക്കിൾ എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാവർക്കും സൈക്കിൾ ഓടിക്കാനായിട്ട് അറിയാമായിരിക്കും. അപ്പൊ സൈക്കിളിനെ നോക്കി നമ്മൾ ഇവിടെയാണ് എന്താ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ ബലം കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ ബലം കൊടുക്കുന്നു. ആ ബലം എന്ത് ചെയ്യുന്നു? ഈ ഒരു പോർഷൻ വഴി എവിടെ എത്തിച്ചേരുന്നു? ചക്രത്തിൽ എത്തിച്ചേരുകയും അത് ചലിക്കുകയും ചെയ്യുന്നു ആണല്ലോ. അപ്പൊ സൈക്കിൾ ചവിട്ടുമ്പോൾ നാം എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത്? അതിനെന്താ വിളിക്കുക? പെറ്റിൽ കട്ട എന്നല്ലേ വിളിക്കുക? പെഡൽസ് അല്ലെ. അപ്പൊ നോക്കിയാൽ പെഡൽസ്, നമുക്ക് പെഡലുകൾ എന്ന് പറയാം. അപ്പൊ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ പെഡലുകളിലാണ് എന്ത് കൊടുക്കുക? ബലം കൊടുക്കുന്നത് പെഡലുകളിലാണ്. ഓക്കെ, അപ്പൊ നമ്മള് പെഡലുകളിൽ ബലം കൊടുത്തു. ഈ ബലം എന്ത് ചെയ്യുന്നു? വലിയ പൽചക്രത്തെ ചലിപ്പിക്കുന്നു. അപ്പൊ എന്താണ്? ഈ ബലം നമ്മുടെ പുറകോട്ടുള്ള വലിയ പൽചക്രത്തെ എന്ത് ചെയ്യുന്നു? ഈ ഒരു വലിയ പൽചക്രത്തെ ചലിപ്പിക്കുന്നു അല്ലെ, ആണല്ലോ. വലിയ പൽചക്രത്തെ ചലിപ്പിക്കുകയും ഇത് ചെയിനിനെയും, നോക്കി ഇവിടെ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ചെയിനിനെയും തുടർന്ന് എന്തിനെ ചലിപ്പിക്കുന്നു? ചക്രത്തെയും ചലിപ്പിക്കുന്നു. അങ്ങനല്ലേ സൈക്കിളിലെ മൂവ്മെന്റ്. അല്ല സൈക്കിൾ നമ്മൾ കയറി ഇരുന്ന സൈക്കിൾ ഓടുവോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? സൈക്കിളിൽ നമ്മൾ ആദ്യം പെഡൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഒരു ബലം കൊടുത്തു. ആ ബലത്തിന്റെ ഫലമായിട്ട് ആ ബലം എന്ത് ചെയ്യുന്നു? അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള പൽചക്രം എന്നുള്ള നമ്മൾ അടുത്ത ഇതിൽ പഠിക്കും. പൽചക്രത്തെ ചലിപ്പിക്കുന്നു. പൽചക്രത്തെ ചലിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് ആ അതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ചെയിനും ചലിക്കുന്നു, തുടർന്ന് ചക്രവും ചലിക്കുന്നു ആണല്ലോ. ഏതു ഭാഗം ചലിക്കുമ്പോഴാണ് പൊടിമില്ലിൽ, ഇതുപോലൊരു ചലനമാണ് നമുക്ക് പൊടിമില്ലിൽ കാണാനായിട്ട് പറ്റുന്നത്. പൊടിമില്ലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതു ഭാഗമാണെന്നറിയാമോ? പൊടിമില്ലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതു ഭാഗം ചലിക്കുമ്പോഴാണെന്ന് ചോദിച്ചാൽ അത് മോട്ടോറാണ് കേട്ടോ. ഒരു മോട്ടറുണ്ട് പൊടിമില്ലിനകത്ത്. ആ മോട്ടർ ചലിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ഈ മോട്ടറിന്റെ ആ ഒരു ചലനം പോവുകയും ശേഷം ആ ഒരു പൊടിമില്ല് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കറക്കം മറ്റു യന്ത്രഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് പൽചക്രം വഴി, ചെയിൻ വഴി ചക്രത്തിലേക്കാണ് എത്തുന്നത് സൈക്കിളിലെങ്കിൽ. മോട്ടറിന്റെ കേസ് അല്ലെങ്കിൽ ഈ ഒരു പൊടിമില്ല് വരുമ്പോഴത്തേക്ക് മോട്ടർ ആദ്യമേ ചലിക്കും. ആ മോട്ടറിന്റെ ബലം എങ്ങോട്ടേക്ക് പോകുന്നു? ഒരു ബെൽറ്റ് ഉണ്ട്, കണ്ടിട്ടുണ്ടാവും അല്ലെ. പൊടിമില്ലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. ബെൽറ്റ് വഴി ആ ഒരു ബലത്തെ യന്ത്രത്തിൽ എത്തിച്ചിട്ടാണ് യന്ത്രം എന്ത് ചെയ്ത് കറക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തൊരു എക്സാമ്പിൾ ആണ് തയ്യൽ യന്ത്രം, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ. എന്താ തയ്യൽ മെഷീനിൽ നോക്കിയേ, നമ്മൾ തയ്യൽ മെഷീനിലെ നേരെയുള്ള ഭാഗത്ത് എന്ത് കൊടുക്കുന്നു? പെഡൽ ആണ്. ഒരു പെഡൽ പോലുള്ള
വേറൊരു ഭാഗമുണ്ട്. ഇങ്ങനെ തയ്യൽ മെഷീൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ താഴെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് സ്ട്രക്ചർ കാണാം. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ബലം കൊടുക്കുന്നു. ആ ബലം എങ്ങനെയാ സൂചിയിലെത്തുന്നത്? തയ്യൽ മെഷീനിലെ പെഡലിൽ നൽകുന്ന ബലം എന്തൊക്കെ വഴി? കമ്പി, വലിയ ചക്രം, നാട ഉണ്ടല്ലോ, ഒരു വള്ളി പോലെ കിടക്കുന്ന സാധനമില്ലേ, നാട, ചെറിയ ചക്രം എന്നിവ വഴിയാണ് എവിടെ എത്തുന്നത്? സൂചിയിലെത്തിയിട്ട് സൂചി പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഇത്രയും സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ട കാര്യം എന്താണ്? ആ വസ്തുവിനടുത്ത് നൽകുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് എന്ത് ചെയ്യുന്നു? ചലനം സാധ്യമാക്കുന്നു. ആ ചലനം എത്തിക്കാനായിട്ട് നമ്മൾ ബെൽറ്റ്, ചെയിൻ, സൈക്കിളിലാണെങ്കിൽ ചെയിൻ ഉപയോഗിച്ചു, മോട്ടോർ പൊടിമില്ലാണെങ്കിൽ നമ്മൾ ബെൽറ്റാണ് എത്തിച്ചത്, തയ്യൽ യന്ത്രത്തിലാണെങ്കിൽ പല കാര്യങ്ങൾ, അതിപ്പോൾ കമ്പി, വലിയ ചക്രം, ചെറിയ ചക്രം, നാട മുതലായവയാണ് തയ്യൽ മെഷീനിൽ ഈ ഒരു ബലത്തെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ ഇങ്ങനൊരു സംവിധാനം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. സൈക്കിളും പൊടിമില്ലും തയ്യൽ യന്ത്രവും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓക്കെ. അപ്പോൾ ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. അതല്ലേ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അതിനുവേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നോക്കിക്കേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ മുതലായവയെല്ലാം തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു യന്ത്രത്തിൽ ഒരു ഭാഗത്ത് നൽകുന്ന ബലത്തെ നമുക്ക് ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ, നാട മുതലായവ ഓരോ യന്ത്രങ്ങളിലും ഓരോന്നായിരിക്കും ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിച്ച്, മറ്റ് മെഷീൻ പാർട്സിലേക്ക് എത്തിച്ച് ആ മെഷീൻ പാർട്സിനെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ചലിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളതാണ് പൽചക്രങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൈക്കിളിന്റെ കേസിലെത്തിയപ്പോൾ പറഞ്ഞു അല്ലെ, പൽചക്രം. ഇത് പൽചക്രം എന്നത് ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ അറിയായിരിക്കും ഗിയേഴ്സ്. എന്താണ്? ഗിയേഴ്സ്. അതാണ് ഗിയേഴ്സിന്റെ മലയാളം വേർഡാണ് പൽചക്രങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്ത വലിപ്പമുള്ള 2 പ്ലാസ്റ്റിക് അടപ്പുകൾ ഒരു മരപ്പലകയിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആണിയടിച്ച് ഉറപ്പിക്കുക. ഓരോ അടപ്പ് എന്ത് ചെയ്യുക? പിടിച്ചു കറക്കി നോക്കുക, എന്ത് കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. അപ്പോൾ എന്താ നമ്മളിവിടെ നിരീക്ഷിക്കുന്നത് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് ഗിയറുകൾ അല്ലെങ്കിൽ പൽചക്രങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നാൽ, ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓപ്ഷൻ പിക്ക് ഔട്ട് ചെയ്ത് എഴുതാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ വ്യത്യസ്ത വലിപ്പമുള്ള 2 അടപ്പുകളെ വെച്ചിട്ട് നമ്മൾ കറക്കി നോക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ചെറിയ അടപ്പ് ഇടത്തോട്ട് കറക്കുമ്പോൾ വലിയ അടപ്പ് എങ്ങോട്ടാണ് കറങ്ങുന്നത്? വലത്തോട്ട് കറക്കുമ്പോഴും. അപ്പം നമ്മൾ ചെറിയ അടപ്പിന് എന്ത് ചെയ്യാണ്? ഇടത്തോട്ട് കറക്കുകയാണ്. അപ്പം ഇടത്തോട്ട് കറക്കുമ്പോൾ വലിയ അടപ്പ് എങ്ങോട്ടായിരിക്കും കറങ്ങുക? ഇതിന്റെ പല്ല് ഇതിങ്ങോട്ട് ഇടത്തോട്ടാണ് കറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും വലിയ അടപ്പ് എങ്ങോട്ടായിരിക്കും? വലത്തോട്ടായിരിക്കും കറങ്ങുന്നത് അല്ലേ. അതോടൊപ്പം ചെറിയ അടപ്പ് വലത്തോട്ടാണ് കറങ്ങുന്നതെങ്കിൽ വലിയ അടപ്പ് എങ്ങോട്ടേക്ക് ഇടത്തോട്ടായിരിക്കും. അതായത് ഓപ്പോസിറ്റ്, വിപരീത ഡിറക്ഷനിലാണ് ഇവരെന്ത് ചെയ്യുക? കറങ്ങുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം. ചെറിയ അടപ്പ് ഒരു തവണ കറങ്ങുമ്പോൾ വലിയ അടപ്പ് ഒരു കറക്കം പൂർത്തിയാക്കുന്നുണ്ടോ? ഉണ്ടാവുമോ? ചെറിയ അടപ്പ് എന്ത് ചെയ്തു? ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വലിയ അടപ്പും ഈ ചെറിയ അടപ്പിനോടൊപ്പം ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ചെയ്യുന്നുണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്? അത് ഒന്നും വലിപ്പ വ്യത്യാസം നമുക്ക് പറയാനായിട്ട് പറ്റും. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇതിന്റെ പറയിലായിട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇല്ല എന്ന് പറയാനായിട്ട് പറ്റും അല്ലെ. എന്താണ്? ഇല്ല. പകുതിയൊക്കെ ആയിരിക്കും അത് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇനി വലിയ അടപ്പ് ഒരു തവണ കറക്കുമ്പോൾ ചെറിയ അടപ്പ് എത്രത്തോളം കറങ്ങുന്നുണ്ട്? വലിയ അടപ്പ് ഒരു തവണ കറങ്ങി വരുമ്പോഴത്തേക്ക് ചെറിയ അടപ്പ് എന്ത് ചെയ്യും? ചെറിയ അടപ്പ് ഓൾറെഡി ഒരു തവണയിൽ കൂടുതൽ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. അതായത് മോർ ദാൻ 1 റൊട്ടേഷൻ, ഒരു റൊട്ടേഷനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? റൊട്ടേറ്റ് ചെറിയ അടപ്പ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. അപ്പൊ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് രണ്ടുപേർക്കും എന്തുണ്ട്? ചെറിയ അടപ്പായാലും വലിയ അടപ്പായാലും നേരിയ പല്ലുകൾ ഉണ്ട് അല്ലെ. അടപ്പുകൾക്കിടയിലുള്ള നേരിയ പല്ലുകൾ. ഈ പല്ലാണ് ഒന്ന് കറങ്ങുമ്പോൾ മറ്റേതിനെയും കറങ്ങാനായിട്ട് സഹായിക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കോട്ട് കയറിയിരിക്കുന്നതാണ് പല്ലുകൾ, കണ്ടില്ലേ? അപ്പൊ ആ പല്ലുകളാണ് ഒന്ന് കറങ്ങുമ്പോൾ മറ്റേതിനെയും കറങ്ങാനായിട്ട് സഹായിക്കുന്നത്. ഇത്തരം ചക്രങ്ങളെ വിളിക്കുന്ന പേരാണ് പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്. എന്താ വിളിക്കാം? പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്. ആ ഒരു ഇന്റർലോക്കിംഗ്, ആ ലിഡ്സിനിടയ്ക്കുള്ള ആ ഒരു ഇന്റർലോക്കിംഗ് കൊണ്ടുള്ള പല്ലുകളുടെ ആ ഒരു ഇന്റർലോക്കിംഗ് ആണ് ഈ ഒരു ചലനം സാധ്യമാക്കുന്നത്. അവയെ വിളിക്കുന്ന പേരാണ് പൽചക്രങ്ങൾ അഥവാ ഗിയേഴ്സ്.
ഓക്കെ ആണല്ലോ. അപ്പം ഗിയർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സർക്കുലർ മെഷീൻ പാർട്ടാണ്. വട്ടത്തിലുള്ള ഒരു റൊട്ടേറ്റിംഗ് സർക്കുലർ മെഷീൻ പാർട്ടാണ്. പല്ലുകൾ ഉണ്ടാവും, അവർക്ക് കട്ട് ടീത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഗിയേഴ്സിന് എന്തുണ്ടാവും? കട്ട് ടീത്ത് ഉണ്ടാവും, പല്ലുകൾ ഉണ്ടാകും, കട്ട് ടീത്ത് ഉണ്ടാകും. ദെൻ അപ്പം ചിലപ്പോൾ കട്ട് ടീത്ത്, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ പറയാറുണ്ട്, ഇൻസേർട്ടഡ് ടീത്ത്, കോഗ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പം ഈ ഒരു റൊട്ടേഷണൽ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പൽചക്രത്തിന് ഈ ഒരു പല്ലുകളിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. അതോടൊപ്പം പവർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവർക്കൊരു ലിവറിന്റെ പ്രിൻസിപ്പിൾ, ഉത്തോലകം നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ ഒരു പ്രിൻസിപ്പിളിന് അനലോഗസ് ആയിട്ടാണ് ഈ ഗിയേഴ്സിന്റെ ഓപ്പറേഷൻ പറയാറ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൽചക്രങ്ങൾ നിങ്ങൾ എവിടെയെല്ലാം കണ്ടിട്ടുണ്ട്? എവിടെ നമുക്ക് പൽചക്രങ്ങൾ കാണാൻ പറ്റുന്നത്? കുഞ്ഞു കുഞ്ഞു പല്ലുകളുള്ള ചക്രങ്ങൾ. ഒന്ന് കളിപ്പാട്ടങ്ങളിൽ നമുക്ക് കാണാം, ടോയ്സിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പിന്നെ എന്താണ് നോക്കിയത്? വാച്ച് അല്ലേ, വാച്ച് പോലെ സാധനം, സൺഡയൽ എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലങ്ങളിലുള്ള, സൺഡയൽ അല്ല, വാച്ച്. എന്താണ്? വാച്ചുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, വാച്ച്. പിന്നെ സൈക്കിളിൽ ഗിയേഴ്സ് ഉണ്ട്, വെഹിക്കിൾസിന് നമ്മൾ സൈക്കിളിൽ ഗിയേഴ്സ് ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ഹാൻഡ് ഡ്രിൽസ് ആണ് കേട്ടോ, ഹാൻഡ് ഡ്രിൽസിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയെല്ലാം ചലനത്തിന് സഹായിക്കുന്ന എന്താണ്? ഹാൻഡ് ഡ്രിൽസിലൊക്കെ സഹായിക്കുന്ന എന്താണ്? മെഷീൻ പാർട്സ് കറങ്ങാനായിട്ട് സഹായിക്കുന്നത് ഗിയേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. വാച്ച് പറഞ്ഞ പോലെ ക്ലോക്കിൽ കാണാനായിട്ട് പറ്റും, മോട്ടോർ കാറുകളിൽ കാണാം. അങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പൽചക്രങ്ങൾ, എങ്ങനെയാണ് അവർ ചലനം സാധ്യമാക്കുന്നതെന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ചിരിക്കുക. ഇവരുടെ ഈ ഒരു പല്ലുകളിലാണ് ഒന്ന് കറങ്ങുമ്പോൾ മറ്റേതിനും കറങ്ങാനായിട്ട് സഹായിക്കുന്നത്. അത്തരം ചക്രങ്ങളെയും കൊണ്ട് വിളിക്കുന്ന പേരാണ് പൽചക്രങ്ങൾ അഥവാ ഗിയേഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ഹാൻഡ് ഡ്രിൽ, കളിപ്പാട്ടങ്ങളിലെ പൽചക്രങ്ങൾ തുടങ്ങിയവ കറക്കി പ്രവർത്തിച്ചു നോക്കൂ. എന്തൊക്കെ മാറ്റങ്ങളാണ് പൽചക്രങ്ങൾക്ക് വരുത്താനായിട്ട് സാധിക്കുന്നത്? ഒന്ന്, ചലനത്തിന്റെ ദിശയിൽ മാറ്റം വരുന്നുണ്ടോ? നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എക്സ്പെരിമെന്റിൽ എന്ത് നമ്മൾ കണ്ടു? ദിശയിൽ മാറ്റം വരുന്നുണ്ട് എന്ന് കണ്ടു അല്ലെ? ഉണ്ട്. അടുത്ത എന്താണ്? ചലന വേഗത്തിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഉണ്ട് അല്ലെ, ചലന വേഗത്തിൽ മാറ്റം വരുത്തുന്നുണ്ട് ആണല്ലോ. അപ്പോൾ ഒരു യന്ത്രഭാഗത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾക്ക് സാധിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പൽചക്രങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഈ തന്നിരിക്കുന്നത്. ഓരോ പോയിന്റും, ഓരോ വേർഡ്സും കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. വ്യത്യസ്ത വേഗങ്ങളായിരിക്കും, വ്യത്യസ്ത ദിശകളായിരിക്കും, ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങളെ ചലിപ്പിക്കാനായിട്ട് ഗിയേഴ്സ് സഹായിക്കുന്നുണ്ട്. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം എന്ത് ചെയ്യുന്നു? കുറയുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചെറിയത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലുത് എന്ത് ചെയ്യില്ല? ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിലേക്ക് എത്തത്തില്ല. അതായത് ആ വലുതിന്റെ ചലനവേഗം എന്തായിരിക്കും ചെയ്യുന്നത്? കുറയുകയായിരിക്കും ചെയ്യുന്നത്. അതേസമയം തിരിച്ചായിരുന്നപ്പോഴോ വലുത് കറങ്ങിയപ്പോഴത്തേക്കും ഒന്നിൽ കൂടുതൽ റൊട്ടേഷൻ ആർക്ക് കറങ്ങാനായിട്ട് പറ്റി? ചെറുതിന് കറങ്ങാനായിട്ട് പറ്റി. അപ്പൊ തിരിച്ചാകുമ്പോൾ ചലനവേഗം കൂടുന്നു. ഈ രണ്ട് പ്രസ്താവനകളിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്തതിലൂടെ പറഞ്ഞു തന്നേക്കുന്നത് കേട്ടോ. പൽചക്രങ്ങൾ ഉപയോഗിച്ച് ചലനത്തിന്റെ ദിശയും വേഗവും മാറ്റാൻ കഴിയുന്നു എന്ന സൗകര്യം നമ്മൾ ഒട്ടേറെ യന്ത്രങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒട്ടേറെ മെഷീൻസിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്. എന്താണ് ഗിയേഴ്സിന്റെ റോൾ? എന്താണ് മെഷീൻസിലുള്ള ഗിയേഴ്സിന്റെ റോൾ? എന്താണ് ഗിയേഴ്സിന്റെ സവിശേഷതകൾ? എന്തൊക്കെ മാറ്റങ്ങളാണ് ചലനത്തിൽ ഗിയേഴ്സ് വരുത്തുന്നത്? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കും. അപ്പം നമ്മൾ ചലനത്തിനൊപ്പം എന്ന ആ ഒരു ചാപ്റ്ററിലെ തിയറട്ടിക്കൽ പാർട്ട്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പഠിക്കാനായിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും വിട്ടുപോകാതെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇത് വിലയിരുത്താം അല്ലെങ്കിൽ ഇവാലുവേഷൻ പാർട്ടിൽ വരുന്ന ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവസാന ഭാഗമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നോക്കിക്കേ, കൈവണ്ടി വലിക്കാരൻ വണ്ടിയിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ എന്തിനു വേണ്ടിയാണ് ബലം പ്രയോഗിക്കുന്നത്? ബലത്തിന്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, കൈവണ്ടി വലിച്ചു തുടങ്ങുമ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും അയാൾ ബലം കൊടുക്കുക? ആ കൈവണ്ടിയെ മോഷനിലേക്ക് അല്ലെങ്കിൽ ചലനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ബലം കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് സിംപ്ലി പറയാൻ പറ്റുന്നതാണ്. ഇനി വണ്ടി ഇറക്കത്തിലെത്തുമ്പോൾ എന്തിനായിരിക്കും ബലം കൊടുക്കുന്നത്? ഭയങ്കര സ്ലോപ്പാണ് അല്ലെങ്കിൽ ഭയങ്കര ഇറക്കമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ അയാളുടെ സ്പീഡൊന്ന് ബാലൻസ് ചെയ്യണം. അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും? സ്പീഡ് ഓഫ് ദ കാർ. ആ സ്പീഡ് എന്ത് ചെയ്യാൻ വേണ്ടിയായിരിക്കും? കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ആ സമയത്ത് അദ്ദേഹം എന്ത് കൊടുക്കുക? ആ ഒരു ബലം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ബലം രണ്ട് രീതിയിലാണ് ഇവിടെ ചലനത്തെ അഫക്ട് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? എന്തൊക്കെ മാറ്റങ്ങളാണ്? ഒന്ന്,
നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് ബലം കൊടുത്തു ഫസ്റ്റ് കേസിൽ. 2, ആ ഒരു സ്പീഡ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ സ്പീഡിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ, ചലനത്തിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യിപ്പിക്കാനുമായിട്ടാണ് ബലം അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ പ്രസക്തമാകുന്നത് ഏതിനം ചലനമാണ്? നമുക്ക് വരാവുന്നതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. റൺവേയിലൂടെ ചീറിപ്പായുന്ന വിമാനം ഏതായിരിക്കും? റൺവേയിലൂടെ നേരെ പോകുമ്പോൾ ആ വിമാനത്തിന് ഏത് ചലനമാണ്? നേരെ പോവുകയാണോ? അതിൽ നിന്ന് തന്നെ കിട്ടി. എന്താണ്? നേർരേഖാ ചലനം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ഓക്കെ. ഇനി കറങ്ങുന്ന സൈക്കിൾ ചക്രത്തിലെ വാൽ ട്യൂബുകളുടെ ചലനം. കറങ്ങുന്ന സൈക്കിൾ ചക്രത്തിലെ വാൽ ട്യൂബുകളുടെ ചലനം പറയുന്നത് എന്താണ്? സർക്കുലാർ മോഷൻ ആണ് കേട്ടോ. വാൽവ് ട്യൂബിന്റെ ചലനം പറയുന്നത് എന്താണ്? സർക്കുലാർ മോഷനിൽ വർത്തുള ചലനമാണ്. ഓക്കെ. മറ്റ് ചലനങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തുക. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേർരേഖയുമായി സർക്കുലാർ വേ. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? പിന്നെ നമ്മൾ ഭ്രമണം പഠിച്ചു. ടോപ്പിന്റെ പമ്പരം കറങ്ങുമ്പോഴുള്ള റൊട്ടേഷൻ, അല്ലെങ്കിൽ അത് നമ്മൾ ടോപ്പ് റൊട്ടേഷൻ ഉദാഹരണമായിട്ട് പറയാം. പിന്നീട് എന്താണ്? ഓസിലേഷൻ, ദോലനം പഠിച്ചു. പെൻഡുലത്തിന്റെ മൂവ്മെന്റിന്റെ മോഷൻ നമുക്ക് ഓസിലേഷൻ അഥവാ ദോലനത്തിന് ഉദാഹരണമായിട്ട് പറയാം. പിന്നെ നമ്മൾ പഠിച്ചത് കമ്പനമായിരുന്നു. അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ സ്ട്രിങ്ങിൻ്റെത് നമുക്ക് കമ്പനത്തിൽ ഉൾപ്പെടുത്താം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലതിക, ഇക്ബാൽ, സോനു എന്നിവർ ദോലന ചലനത്തെ പട്ടികപ്പെടുത്തിയതാണിത്. ആരുടെ കണ്ടെത്തലുകളാണ് ശരി? നോക്കിക്കേ. ലതിക പറഞ്ഞേക്കുന്നത് ചെണ്ട കൊട്ടുമ്പോൾ തുകലിന്റെ ചലനം നമുക്കറിയാം ദോലനം അഥവാ കമ്പനമാണ്. അപ്പൊ അത് ശരിയാണ്. ആട്ടുകട്ടിലിന്റെ ചലനം അത് നമുക്ക് എന്ത് ചെയ്യാം? മുമ്പോട്ട് പോയി നടുക്ക് വന്ന് പിന്നെ പുറകോട്ട് പോകണം. അപ്പൊ അത് നമുക്ക് ദോലനമായിട്ട് പറയാം. ജൈന്റ് വീലിന്റെ ചലനം ദോലനമായിരുന്നോ? അല്ല. അതെന്തായിരുന്നു? വർത്തുളമായിരുന്നു, അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ ആയിരുന്നു. അപ്പൊ അത് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ. ഇനി ഇക്ബാലിന്റെ നോക്കിക്കേ. ചെണ്ട കൊട്ടുമ്പോൾ തുകലിന്റെ ചലനം അറിയാം, കമ്പനം അഥവാ ദോലനമാണ്. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം ശരിയാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കമ്പനം അഥവാ ദോലനമാണ്. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളുടെ ചലനം ഓൾറെഡി നമ്മൾ പഠിച്ചു, വൈബ്രേഷൻ ആണ് അഥവാ കമ്പനമാണ് അഥവാ ദോലനമാണ്. അപ്പൊ ആരുടെ കണ്ടെത്തലുകളാണ് ശരി? ഇക്ബാലിന്റെ കണ്ടെത്തലുകളാണ് ശരി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആണല്ലോ. അടുത്തേക്കൂടെ നമുക്ക് നോക്കാം. ഏത് വിട്ട അമ്പിന്റെ ചലനം അതെന്താണ്? അത് നേർരേഖാ ചലനമാണ്. നേരെയാണ് അമ്പ് പോകുന്നത്. മുകളിലോട്ട് വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ ചെറിയൊരു പരാബോളിക് പാത്ത് പോവും. അല്ലാന്നുണ്ടെങ്കിൽ അത് നേർരേഖ ചലനം തന്നെയായിരിക്കും. ഇനി ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളുടെ ചലനം ശരിയാണ്, ദോലനം അഥവാ കമ്പനമാണ്. വലിച്ചു കിട്ടിയ കമ്പിയിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്ന ചലനം നമ്മുടെ ഈ സ്ട്രിങ് പോലെ അതെന്തായിരിക്കും ചെയ്യുക? വൈബ്രേറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ശരിയാണ്. പക്ഷെ കറക്റ്റ് ആയിട്ട് എല്ലാ കണ്ടെത്തലുകളും ശരിയായിരിക്കുന്നത് ആർക്കാണ്? ഇക്ബാലിനാണ്. ഓക്കെ. ഗണത്തിൽ പെടാത്തവ ഏതൊക്കെയായിരുന്നു? നമ്മൾ 2 പറഞ്ഞിരുന്നു. 1 ജൈന്റ് വീലിന്റെ ചലനവും 2 ഏത് വിട്ട അമ്പിന്റെ ചലനവും. ഓക്കെ. ഇനി കമ്പനവും ദോലനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മെയിൻ പൊസിഷൻ എബൌട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തുലനാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഡിക്ലിബറിയത്തിൽ അല്ലെങ്കിൽ മെയിൻ പൊസിഷനിൽ എബൌട്ട് ആയിട്ടുള്ള ടു ആൻഡ് ഫ്രോം മോഷൻ ഓഫ് എ ബോഡിയെ വിളിക്കുന്ന പേരാണ്, മുമ്പോട്ടും പുറകോട്ടുമുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ. എങ്കിൽ ഓസിലേഷന്റെ ഫാസ്റ്റ് ഓസിലേഷൻ അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ കമ്പനം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയെ. പൽചക്രങ്ങളുടെ ക്രമീകരണം നോക്കുക. ഒന്നാമത്തെ പൽചക്രം കറങ്ങുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏതായിരിക്കും? നല്ലൊരു ചോദ്യമാണ്. ഒന്നാമത്തത് ചെറിയ പൽചക്രമാണ്. അത് കറങ്ങുമ്പോൾ രണ്ടാമത്തെ എന്തായിരിക്കും? അതുമായിട്ട് ചേർന്നിരിക്കുന്നത് എങ്ങനെയായിരിക്കും? വിപരീത ദിശയിലായിരിക്കും. ആൾട്ടർനേറ്റ് ആയിട്ടാണ് കേട്ടോ. അടുത്തതാണ് മൂന്നാമത്തത് എന്തായിരിക്കും? ഇത് കറങ്ങുന്ന അതേ ദിശയിലായിരിക്കും. ഒന്നാമത്തെ കറങ്ങുന്ന അതേ ദിശയിലായിരിക്കും, മൂന്നാമത്തത് കറങ്ങുന്നത്, നാലാമത്തത് വിപരീത ദിശയിലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഏത് ചക്രമാണ് അതേ ദിശയിൽ കറങ്ങുന്നത്? മൂന്നാമത്തതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും വേഗക്കുറവ് ഏത് പൽചക്രത്തിനായിരിക്കും? നമ്മൾ ചെറുത് ചലിക്കുമ്പോൾ ഏറ്റവും വേഗക്കുറവ് ആർക്കാ പറഞ്ഞേ? ഏറ്റവും വലുതിനാണ്. അപ്പൊ ഏത് ചക്രത്തിനായിരിക്കും? നാലാമത്തെ പൽചക്രത്തിനായിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തേക്കുന്ന ആശയ ചിത്രീകരണം പൂർത്തിയാക്കുക. വിവിധ തരം ചലനങ്ങളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും. ദോലനം നമ്മൾ കണ്ടു, പെൻഡുലം, ഊഞ്ഞാല്, ആട്ടുകെട്ടില്, വീണക്കമ്പി. ഇനി എന്താണ്? ഭ്രമണം. നമുക്ക് അറിയാവുന്നതാണ്, ഞാൻ ഇവിടെ എഴുതി പോകുന്നത്, ഉദാഹരണങ്ങൾ എഴുതുന്നില്ല, ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട്. ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്തിൻ്റെയൊക്കെയാണ്? പമ്പരം, ഫാന്, വീൽസ്, ചക്രങ്ങളുടെയൊക്കെ വാഹനങ്ങളുടെയൊക്കെ വീൽസ്, അതൊക്കെ ഭ്രമണത്തിന് ഉദാഹരണമാണ്. അത് വിവിധ തരം ചലനങ്ങളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാണ് പറഞ്ഞത് കേട്ടോ. ഇനി ചലനത്തിന്റെ മാറ്റം സാധ്യമാക്കുന്ന ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും. അതായത് ഒരു
പാർട്ടിൽ ബലം കൊടുത്തപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് ആ ബലം പോയി ആ ചലനത്തിനെ മാറ്റം സാധ്യമാക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? പൽചക്രം നമ്മൾ പറഞ്ഞു അല്ലെ. പൽചക്രം അഥവാ ഗിയർ, ചലനത്തിന്റെ ദിശ, വേഗം എന്നിവ മാറ്റാൻ ഉപയോഗിക്കുന്നു. പിന്നെന്തായിരുന്നു? ബെൽറ്റ്. ബെൽറ്റ് നമ്മൾ പറഞ്ഞു. ബ്രോഡ് ബെൽറ്റ് ഒക്കെയാണ് ഈ ഫ്ലോർ മിൽ അഥവാ എവിടെ ഉപയോഗിക്കുന്നത്? ഈ ഒരു പൊടിപ്പ് യന്ത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ബ്രോഡ് ബെൽറ്റ് ആണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഫോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ ചെയിൻ, നമ്മുടെ സൈക്കിളിൽ കണ്ട പോലെ ചെയിൻ എന്താണ്? ഒരു നമുക്ക് ഇതുപോലെ തന്നെ ഒരു പോയിന്റിൽ നിന്നുണ്ടാകുന്ന ബലത്തെ മറ്റൊരു പോയിന്റിലേക്ക് കൊടുക്കുന്നതാണ് ചെയിനും ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടോപ്പിക്ക്, ബലം ചലനാവസ്ഥയിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ഓൾറെഡി നമ്മൾ കണ്ടു. ദിശ മാറുന്നു, സ്പീഡ് ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം, സ്പീഡ് ചേഞ്ച് ചെയ്യുന്നു, ദിശ മാറുന്നു എന്ന് പറഞ്ഞു. പിന്നീട് എന്താണ്? മോഷൻ സ്റ്റാർട്ട് ചെയ്യിക്കാൻ, ഒരു ബോഡിയെ മോഷനിലേക്ക് എത്തിക്കാനും ചലനത്തിലേക്ക് എത്തിക്കാനും അതോടൊപ്പം ഒരു ബോഡിയെ റെസ്റ്റിലേക്ക് എത്തിക്കാനും. ഇത്രയും കാര്യങ്ങളായിരുന്നു ആര് ചെയ്തത്? ബലം ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും ചോദിക്കുക കൂടുതലും. മോസ്റ്റ് പ്രോബബ്ലി അതായിരിക്കും. സോ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സ് നോക്കാം. പെൻഡുലം ക്ലോക്കിനെ കുറിച്ചാണ്. സമയം അളക്കുന്ന ശാസ്ത്രത്തെ വിളിക്കുന്ന പേരാണ് ഹോറോളജി. എന്താ വിളിക്കാം? സമയം അളക്കുന്ന ശാസ്ത്രമാണ് ഹോറോളജി. ക്ലോക്ക് നിർമ്മാണ കലയും നമ്മൾ എന്താ വിളിക്കുന്നത്? ഹോറോളജി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത്. ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ഒക്കെ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കാറുണ്ട്. +2 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതാണ് പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ച ആളാണ് ആര്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ക്ലോക്കിന്റെ പെൻഡുലിന്റെ നീളം ഇരട്ടിയാക്കിയാൽ ക്ലോക്കിന്റെ ഒരു സമയം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ക്ലോക്കിന്റെ ആ ഒരു ചലനം എങ്ങനെയായിരിക്കും? നല്ലൊരു ചോദ്യമാണ്. അതിന് നമ്മൾ ഒരു ഇക്വേഷൻ വെച്ച് പറയാറുണ്ട്. മെയിൻലി T = 2π√L/g എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് T = 2π√L/g. ഓക്കെ, അപ്പൊ ഇവിടെ ലെങ്തിന്റെ ലെങ്തും ടൈം പീരീഡും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമുക്ക് ഇതാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം ബോബ് അല്ലെങ്കിൽ പെൻഡുലം. ഇത് ടൈം പീരീഡ് T ആണ്. ഇത് ആക്സലറേഷൻ ടു ഗ്രാവിറ്റി G ആണ്. ഇനി ഇവിടെ നമ്മൾ ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റന്റ് ആക്കി നിർത്തിയാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞേക്കുന്നത് നീളത്തിന്റെ റൂട്ടിന് അനുപാതത്തിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. അതായത് പെൻഡുലത്തിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് ടൈം പീരീഡ് എന്ത് ചെയ്യുന്നു? ടൈം പീരീഡും കൂടുന്നു. ടൈം പീരീഡ് കൂടുകയെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന്, അതായത് ടു ആൻഡ് ഫ്രോ കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു പോയിന്റിലെത്തി മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി എന്തെടുക്കും? കൂടുതൽ സമയമെടുക്കും. ആര്? ഈ ഒരു പെൻഡുലം ക്ലോക്ക്. ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെ ദോലനം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ടൈം പീരീഡ് കൂടുക എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുന്നു എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ക്ലോക്ക് മന്ദഗതിയിലാകുന്നു. എന്ത് ചെയ്യുന്നു? ക്ലോക്ക് മന്ദഗതിയിലാകുന്നു. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം. ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ നീളം കുറച്ചാൽ ക്ലോക്ക് എന്ത് ചെയ്യും? വളരെ സ്പീഡിൽ പോകും. അതാ പറഞ്ഞേക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് തന്നെ അത് ആ ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നല്ല 2 ക്വസ്റ്റ്യൻസ് ആണത്. അതുകൊണ്ട് മറക്കാതിരിക്കുക. നമ്മൾ കൃത്യമായിട്ട് അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. വിത്ത് ആൻസർ ആണ് തന്നിട്ടുള്ളത്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി LGS 2023 റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് എന്തായിരുന്നു? കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ. അവിടെ ഫ്രീക്വൻസി, ഓസിലേഷൻ ഫ്രീക്വൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഫ്രീക്വൻസി F കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത് വിട്ട അമ്പിന്റെ ചലനം എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നേർരേഖാ ചലനമാണ്. ജൈന്റ് വീലിന്റെ ചലനം വർത്തുള ചലനമാണ്. റോക്കറ്റിന്റെ ചലനം നമ്മൾ 2 കേസിൽ പറഞ്ഞു. നേരെ പോകുമ്പോൾ നേർരേഖ തന്നെയാണ്. അവിടെ എത്തിയിട്ടാണ് അത് ചലിച്ച് വേറെ പാരബോളിക് ഷേപ്പോ അല്ലെങ്കിൽ ഹൈപ്പർബോളിക് ഷേപ്പോ പോകുന്നത്. ഊഞ്ഞാലിന്റെ ചലനം എന്തായിരുന്നു? ദോലനമാണ്. ഓക്കെ, അപ്പൊ അത് യൂണിവേഴ്സിറ്റി LGS 2023, അതായത് റീസെന്റ് ആയിട്ട് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ കണ്ടത്. ഇത് 2 നമ്മൾ എന്താണ്? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് പിന്നെയും നമുക്ക് ചലനത്തിന്റെ ടൈപ്പ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്നേ ഉള്ളൂ. പക്ഷേ ഊഞ്ഞാല് കാണുമ്പോഴേ നമുക്ക് എഴുതാൻ പറ്റും അത് ദോലനമാണ് അല്ലെങ്കിൽ ഓസിലേഷൻ ആണെന്ന് എഴുതാനായിട്ട് സാധിക്കും. നോക്കിക്കേ, താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ദോലനം ഒക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. ദോലന ചലനം അല്ലാത്തത്: ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ദോലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം ദോലനമാണ്. വലിച്ചുകെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം കമ്പനമാണെങ്കിലും കമ്പനം ഒരു ദോലന ചലനമാണ്.
സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചരിക്കുന്നത് അത് ദോലനമാണോ? അല്ല. അതെന്തായിരുന്നു? അത് പരിക്രമണമായിരുന്നു, റെവല്യൂഷൻ ആയിരുന്നു. സ്വന്തം അച്ചുതണ്ടിന് ചലിക്കുമ്പോൾ അത് ഭ്രമണവും, സൂര്യന് ചുറ്റും അല്ലെങ്കിൽ മറ്റൊന്നിന് ചുറ്റുമായിട്ട് ചലിക്കുമ്പോൾ അത് പരിക്രമണവുമാണ് കേട്ടോ. അപ്പൊ അത് എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇത് എൻഡ് ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2022 കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് എന്നതാണ് ദോലനത്തിന് ഉദാഹരണം അല്ലാതെ വരുന്നത്. ബാക്കിയെല്ലാം ദോലനത്തിന് എന്താണ് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദോലനം അഥവാ ഓസിലേഷൻ എന്നൊരു ചലനത്തിന്റെ ടൈപ്പുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ഓസിലേഷൻ അഥവാ ദോലനം നമ്മൾ പറഞ്ഞു, അതിന് വ്യത്യസ്തമായിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു. ശേഷം നമ്മൾ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് വിളിച്ചുവെന്നും അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞു. പിന്നീട് നമ്മൾ പൽചക്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഭാഗത്തേക്ക് ബലം കൊടുക്കുമ്പോൾ അത് മറ്റു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനങ്ങൾ 3 പഠിച്ചു. ഇതൊക്കെയായിരുന്നു ഫ്ലോർ മില്ല് അഥവാ ആ ഒരു പൊടിക്കുന്ന യന്ത്രം, പിന്നെ സൈക്കിള്, പിന്നീട് തയ്യൽ യന്ത്രം, അതൊക്കെ നമ്മൾ പഠിച്ചു. ശേഷം നമ്മൾ ഗിയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഗിയേഴ്സിന്റെ സവിശേഷതകൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്താം എന്നൊരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചലനം എന്ന് പറഞ്ഞേക്കുന്ന ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന പ്രീവിയസ് അല്ല നമ്മൾ ചെയ്തത്. അത് ചെയ്യണമെങ്കിൽ 4 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവണം. ഇപ്പം നമ്മൾ ചലനത്തിനൊപ്പം 6ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ ചലനത്തിനൊപ്പം എന്നത് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് അതിൽ നിന്ന് ചോദിക്കാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ചലനത്തിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ചലനം എന്നൊരു ടോപ്പിക് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിൽ തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ലെങ്ത് ഉള്ളൊരു ടോപ്പിക്കാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടാവുന്ന ഭാഗമാണ് ഇതെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് നമ്മൾ ക്ലാസ് 8 ചലനം എന്നൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിന് ഇതുപോലെ 1-2 പാർട്സ് ഉണ്ടാവും. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ എൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫൈനലി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ചാപ്റ്റേഴ്സ് 4 SCRT ചാപ്റ്റേഴ്സ് 4 കൂടെ തീരുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.